അടിമാലി മേഖലയിലെ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങളടക്കം പുഴയിലേക്കാണ് തള്ളുന്നത്. പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ഉയരുന്നു. ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം കെ ബുൾബേന്ദ്രനും പഞ്ചായത്ത് അംഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച മാലിന്യത്തിൽ നിന്നും നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്തും വ്യക്തമാക്കി. വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ട് കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറുന്ന ഘട്ടത്തിലാണ് ഉള്ള വെള്ളവും മാലിന്യം നിറച്ച് വിഷമാക്കി മാറ്റുന്നത്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴ ഉത്ഭവം മുതൽ മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. മച്ചിപ്ലാവ് പറക്കുടി സിറ്റി ഭാഗത്ത് വ്യാപകമായി ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ ദേവിയാർ പുഴയിലേക്ക് തള്ളുകയാണ്. അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പുഴ. വൻതോതിൽ മാലിന്യം തള്ളുന്നെന്ന നാട്ടുകാരുടെ പരാതിയിൽ ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം കെ ബുൾബേന്ദ്രനും ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് അലിയ ദേവി പ്രസാദ്, പഞ്ചായത്ത് അംഗം എന്നിവർ നേരിട്ടെത്തി പരിശോധന നടത്തി. ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച മാലിന്യത്തിൽ നിന്നും വിലാസമടങ്ങിയ ബില്ലടക്കം ലഭിക്കുകയും ചെയ്തു. ടൺ കണക്കിന് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എന്തിനേറെ താലൂക്ക് ആശുപത്രിയുടെ ലേബലുള്ള ആശുപത്രിയല്ല തട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ചാക്ക് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് വരെ കിട്ടി, ആളെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തരം പഴയ തനതും മീനുകളുണ്ടായിരുന്ന സ്ഥലമാണിത്. അതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. യാതൊരു ഉപയോഗപ്പെടുത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പ്രതികരിച്ചു. അതിപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഭരണാധികാരികളെ നേരിട്ട് തന്നെ ഞാൻ വിളിച്ചു പറയുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും തക്കതായ പണിഷ്മെന്റ് ഉൾപ്പെടെ അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും. എൻ്റെ വാർഡിൽ ഇനി യാതൊരു കാരണവശാലും ഇങ്ങനെയൊരു കാര്യം ഞാൻ അനുവദിച്ചു നൽകുന്നതല്ലായിരിക്കും. അതേസമയം ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന മാലിന്യ നിക്ഷേപം തടയുന്നതിനും പിഴ ഈടാക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകി. സിറ്റി വിഷൻ, അടിമാലി.